Hello guys, welcome back to my YouTube channel. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടിരിക്കുന്നവരാണോ? അതുമല്ല ഓൾറെഡി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു പെർഫോമൻസും ഇല്ലാതെ നിങ്ങൾ ചാനൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നവരാണോ? അതുമല്ല കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം വ്യൂസും ലൈക്സും ഷെയർസും വാച്ചിങ് അവേഴ്സും കയറുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ എത്തിയിട്ട് മനസ്സ് മടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്തു, ഞാനിപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള എൻ്റെ അനുഭവത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ വേണോ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു സജഷൻ വേണോ, അല്ലെങ്കിൽ ഇതിൽ ഞാൻ എങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസിൽ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തിരിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ. ഏതൊരു കാര്യത്തിനും ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അതിനൊരു പേ ഓഫ് ഉണ്ടാവും. അത് സക്സസ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും, പലർക്കും അത് സക്സസ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനൊരു സക്സസ് ഒരിക്കലുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക, അത്ര തന്നെ ഉള്ളൂ. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയറിനുള്ളിൽ 4000 വാച്ചിങ് അവേഴ്സ് ഫോർ ലോങ് വീഡിയോസിനും അതേപോലെ 10 മില്യൺ വ്യൂസ് ഷോർട്ട് വീഡിയോസിനുണ്ടെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആവും. അതും 3 മന്തിനുള്ളിൽ തന്നെ, 90 ഡേയ്സിനുള്ളിൽ തന്നെ അത് ആവുകയാണെങ്കിലാണ് മോണിറ്റൈസേഷൻ ആവുന്നത്. അപ്പം നമുക്ക് ഒരു ആസ് എ ബിഗിനർ എന്നുള്ള നിലയിൽ നമ്മളൊരു ഷോർട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ 90 ഡേയ്സ് കൊണ്ട് 10 മില്യണിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര നമ്മളെ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഭയങ്കര ടാസ്ക് ഉള്ളൊരു പരിപാടിയാണ്. പക്ഷേ നിങ്ങൾക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെ അതിലൂടെ കിട്ടും. ഡെയിലി നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക. അതിലൊരു ടൈമിംഗ് വെച്ച് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക. ഷോർട്ട് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 വീഡിയോസ് എങ്കിലും ഡെയിലി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഇനി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നവർക്കും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി ഞാനാണെന്നുണ്ടെങ്കിൽ സെയിം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് 2023 ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. 1 ഇയർ വീഡിയോ എന്ന് പറയുമ്പോൾ അതൊരു കൺസിസ്റ്റന്റ് വീഡിയോ അല്ലായിരുന്നു. എനിക്കൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എനിക്കതും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. ബട്ട് ഞാൻ ഷോർട്ട് വീഡിയോസും അതേപോലെ തന്നെ ലോങ് വീഡിയോസും ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. ബട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ക്രൈറ്റീരിയ, അതായത് യൂട്യൂബിൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ ആയ 1000 ഫോളോവേഴ്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1000 സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഷോർട്ട് വീഡിയോയിലൂടെ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതായിരിക്കും സബ്സ്ക്രൈബേഴ്സിനെ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ട് നമുക്ക് ഷോർട്ട് വീഡിയോ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും കമ്പയർഡ് ടു ലോങ് വീഡിയോ. അതേപോലെ തന്നെ ലോങ് വീഡിയോയുടെ കേസ് വരുവാണെന്നുണ്ടെങ്കിൽ 4000 വാച്ചിങ് അവേഴ്സ് ഒരു വർഷം കൊണ്ട് 1 ഇയർ കൊണ്ട് നമുക്ക് നേടിയെടുക്കാം. പക്ഷെ നമുക്കതിന് നല്ല ടൈമിംഗ് ഉണ്ട്. ഡെയിലി മിനിമം ഒരു വീഡിയോ വെച്ചെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സക്സസ് ആയിരിക്കും, ഷുവറാണ്. ആക്ച്വലി ഞാൻ എങ്ങും എത്തിയിട്ടില്ല. ഞാനും ഇപ്പോഴും എനിക്ക് എൻ്റെ അക്കൗണ്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഓൾമോസ്റ്റ് 8000 സബ്സ്ക്രൈബേഴ്സ് ആണ് എനിക്കിപ്പോൾ ഉള്ളത്. ബട്ട് എനിക്ക് പെട്ടെന്നാണ് സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള കാരണം ഇത് തന്നെ. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. കൺസിസ്റ്റന്റ് മീൻസ് ഞാനൊരു ഓൾമോസ്റ്റ് മാക്സിമം ഞാനൊരു 4 വീഡിയോസ് ഡെയിലി ഞാൻ ഷോർട്സിന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ വെറും ഒരു വീഡിയോ മാത്രമായിരുന്നു ഷോർട്സിന് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല, ഡെയിലി ഒരു 4 വീഡിയോ എങ്കിലും ഞാൻ ഇടാറുണ്ട്. അതിലൂടെ നമുക്ക് ഈ പറഞ്ഞിടക്ക് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പം ഞാൻ അതൊരു കൺസിസ്റ്റന്റ് ആയിട്ടൊന്നും അല്ലായിരുന്നു ആദ്യമേ ഷോർട്സ് ഇടുന്നത്. ബട്ട് ഇപ്പം ഒരു 3 മന്ത് കൊണ്ട് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് 5K, എനിക്ക് ഓൾറെഡി മുന്നേ ഒരു 3K സബ്സ്ക്രൈബേഴ്സോളം ഉണ്ടായിരുന്നു. ഒരു 3 മന്ത് കൊണ്ട് എനിക്ക് 3 മന്തിനുള്ളിൽ തന്നെ എനിക്കൊരു 5K സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നാണ് കയറിയത്. അതുകൊണ്ട് നമുക്ക് ഷോർട്ട് വീഡിയോയിൽ അതേപോലെ തന്നെ നമുക്ക് റീച്ചും കിട്ടും. ചില വീഡിയോസ് നമ്മുടെ ലക്ക് പോലെ പെട്ടെന്ന് നമുക്ക് കയറി വൈറലാവാം. മേ ബി ചിലപ്പം ചില ഒരു വീഡിയോയ്ക്ക് തന്നെ 10 മില്യൺ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയി. അതൊക്കെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. ആക്ച്വലി ഈ ലക്ക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ആൽഗോരിതത്തിലാണ് അതിരിക്കുന്നത്. പിന്നെ നമ്മുടെ നല്ല കണ്ടന്റ് ആയിരിക്കണം. നമ്മൾ എടുക്കുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതും അതേപോലെ തന്നെ വ്യൂവേഴ്സ് കാണുമ്പോൾ അവരെ അട്രാക്ട് ചെയ്ത് ഇരുത്താൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് വൈറലാവുകയും ചെയ്യും. അതിലൂടെ നമുക്ക് മോണിറ്റൈസേഷൻ ആവുകയും ചെയ്യും. ലോങ് വീഡിയോസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഡെയിലി 1 വീഡിയോ വെച്ചെങ്കിൽ ഇടാനായിട്ട്
ശ്രമിക്കുക കൺസിസ്റ്റന്റ് ആയിട്ട്. പിന്നെ ഞാനിവിടെ അതുപോലെ തന്നെ നമുക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണമെന്നില്ല അല്ലേ. നമ്മളിപ്പം ഒരാളെ ഫോഴ്സ്ഫുള്ളി ഒരാളെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ ആ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെല്ലണമെന്നില്ല. ചിലപ്പോൾ അവർ ആ വീഡിയോസ് ശ്രദ്ധിക്കാറേ ഇല്ലായിരിക്കും. ഒരു ബിഗിനറിന്റെ കേസിൽ ആരും പെട്ടെന്ന് ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ലായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ അവർ ചിലപ്പോൾ ആ ഒരു വീഡിയോ ചിലപ്പോൾ അവർക്ക് മിസ്സായി പോകും. അവർ ശ്രദ്ധിക്കാത്തൊരു കേസിൽ നമ്മുടെ ആ വീഡിയോക്ക് ചിലപ്പം വ്യൂസ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായൊരു വേയിലൂടെ സബ്സ്ക്രൈബേഴ്സിന്, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഫോഴ്സ്ഫുള്ളി കുറെ സബ്സ്ക്രൈബേഴ്സിനെ എടുത്തിട്ട് നമുക്ക് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് നമുക്ക് വലിയൊരു യൂസും വരുന്നില്ല. കാരണം നമുക്ക് വേണ്ടുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ആ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഇടുമ്പോൾ ഈ കുട്ടിയുടെ വീഡിയോ എനിക്ക് ഇഷ്ടമാണ് കാണണം എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്യുന്ന അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനെയാണ് നമുക്ക് വേണ്ടുന്നത്. അതുകൊണ്ടേ നമുക്ക് ഫ്യൂച്ചറിലാണെങ്കിലും ഈവൻ മോണിറ്റൈസ്ഡ് ആയാൽ പോലും നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഏർണിങ്സിന് നമുക്ക് പ്രയോജനം വരുന്നത് അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം മാക്സിമം നമ്മൾ വ്യൂവേഴ്സിന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റുകളായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഷോർട്ട് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4 വീഡിയോ ഡെയിലി ഇടുന്നുണ്ട്. അതിന് ഞാനൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ടൈം വെച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ ടൈം കിട്ടുന്ന അനുസരിച്ച് ഷോർട്ട് വീഡിയോസ് എടുത്ത് വെക്കും. അത് നമ്മുടെ ഇഷ്ടമാണ് ഏത് ടൈപ്പ് ഓഫ് കണ്ടന്റുകളാണ് നമുക്ക് ഷോർട്ട് വീഡിയോയിൽ യൂസ് ചെയ്യാൻ. എനിക്കാണെങ്കിൽ കോമഡി വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ അങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആയിരിക്കും ഞാൻ ഷോർട്ട് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതുപോലെ നമുക്ക് പലർക്കും പല ഇഷ്ടമാണ്. ബട്ട് നമ്മൾ ഏതൊരു വീഡിയോസ് എടുത്താലും അതിനൊരു കറക്റ്റ് ആയിട്ടൊരു കൺസിസ്റ്റന്റ് ടൈമിൽ തന്നെ നമ്മൾ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലൈക്ക് ഇപ്പോൾ ഒരു 10 മണിക്കാണ് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിറ്റേ ദിവസവും കറക്റ്റ് 10 മണിക്ക് തന്നെ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം എടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓൾമോസ്റ്റ് പേർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അറിയാം. ഇൻ കേസ് അങ്ങനെ അറിഞ്ഞൂടാ എന്നുള്ളവർക്ക് വേണ്ടിയിട്ടൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും കറക്റ്റ് ടൈമിങ്ങിന്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഷെഡ്യൂൾഡ് ടൈമിൽ തന്നെ വീഡിയോസ് ഓട്ടോമാറ്റിക്കലി പബ്ലിഷ് ആവും. അപ്പം നമുക്ക് ടൈം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടൈമിൽ ഒരു വേരിയേഷൻ വന്നെന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. അത് പ്രോപ്പറായിട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ടൊരു നിങ്ങളൊരു 1 മന്ത് ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു 1 വീക്ക് തന്നെ നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതായിരിക്കും. അതേപോലെ ലോങ് വീഡിയോസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ലോങ് വീഡിയോസ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണിലാണ് ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കുന്നത്, ഷൂട്ട് ചെയ്യാനായിട്ട്. ചിലപ്പോൾ ഞാൻ എമർജൻസി ലൈറ്റ് യൂസ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ റിംഗ് ലൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഇരിക്കും. ഓൾറെഡി എനിക്കൊരു റിംഗ് ലൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ നൈറ്റ് ടൈമിലൊക്കെ ഞാൻ ആ ഒരു റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. ബട്ട് നമുക്ക് ഡേ ടൈമിൽ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നല്ല വെട്ടം തന്നെ കിട്ടാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്സ് എന്ന് പറയുന്നത്, ഞാൻ മെയിൻ ആയിട്ട് എൻ്റെ ഫസ്റ്റ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ക്യാപ്കട്ടാണ്. ഞാൻ ക്യാപ്കട്ടിലാണ് ഒട്ടുമിക്ക വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തത്. അതിൻ്റെ ഫ്രീ വേർഷൻ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അത് ബാൻഡാണ്. ബട്ട് നമുക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഫ്രീ വേർഷൻസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ഓപ്ഷൻസും അതിനകത്ത് അവൈലബിൾ ആണ്. ഇൻക്ലൂഡിങ് ഞാനിപ്പോൾ സംസാരിക്കണ വോയിസ് ചിലപ്പം എൻ്റെ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഫോണിൽ ചിലപ്പം അത്ര ക്ലിയർ ആയിട്ട് ചിലപ്പോൾ വോയിസ് കിട്ടണമെന്നില്ല. അപ് ടു 1000 വരെ നമുക്ക് ക്യാപ്കട്ടിൽ വോയിസ് റേസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതിലൂടെ നമ്മുടെ വോയിസിൻ്റെ ക്ലാരിറ്റി കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ക്യാപ്കട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യണത് VN ദെൻ വീറ്റ. അപ്പം ഈ 3 ആപ്ലിക്കേഷനാണ് ഞാൻ മെയിനായിട്ടും വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. എനിക്ക് പേഴ്സണലി ഈ 3 ആപ്സാണ് ബെസ്റ്റ്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്യാപ്കട്ടാണ്. ബാക്കി ആപ്സൊക്കെ ഞാൻ റെയർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അത് ബെസ്റ്റാണ് ക്യാൻവ. ആ ക്യാൻവ ആപ്ലിക്കേഷൻ വഴിയാണ് ഞാൻ തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അതിനകത്താണ് കേട്ടോ.
വെബ്സൈറ്റ് ഒക്കെ ചെയ്യണത് ക്യാൻവയിലാണ്. അത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. അതും ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്ക് പോലും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ. അപ്പം അതിൽ യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റായിട്ട് പറ്റും. ഇത് മൂന്നും കഴിഞ്ഞതിന് ശേഷം വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി കിട്ടാനും അതേപോലെ തന്നെ വോയിസിന് കുറച്ചും കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു ആപ്ലിക്കേഷനല്ല, ആക്ച്വലി അതൊരു വെബ്സൈറ്റ് ആണ്. അതിന്റെ പേരെന്ന് പറയുന്നത് app.chipchamp.com എന്നാണ്. ഒരു വെബ്സൈറ്റിലോട്ട് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് നേരെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനകത്തുനിന്ന് ഓഡിയോ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ആ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരിക്കുന്ന ഓഡിയോയുടെ വോയിസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നോയ്സ് റെഡ്യൂസ് ചെയ്ത് കളഞ്ഞിട്ട് വോയിസ് നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. 100% ക്ലിയർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ് ആവത്തില്ല. ബട്ട് ഒരു 70% നോയ്സ് നല്ല രീതിയിൽ തന്നെ അതുവഴി റിമൂവ് ആയി പോകുന്നുണ്ട്. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയും കൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം ടാഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രൈമറി ഫാക്ടറാണ്. കാരണം ആ ടാഗ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോസ് കുറേ കൂടെയൊക്കെ വ്യൂവേഴ്സിന് സജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഞാനാണെങ്കിൽ ടാഗുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്രീ യൂട്യൂബ് ടാഗ് ജനറേറ്റർ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ്. അതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ടന്റ് എന്ത് റിലേറ്റഡ് ആണോ അത് ഡയറക്റ്റ് എന്താണോ അതിൻ്റെ പേരടിച്ചു കൊടുത്താൽ അത് റിലേറ്റഡ് ടാക്സുകൾ കുറേ വരും. അപ്പം ഞാൻ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അത് സിമ്പിളാണ്. ഇനി നിങ്ങൾക്കിത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്ന രീതി ഉൾപ്പെടെ ഞാൻ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യായിരിക്കും. ചിലർ ഫുഡിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യായിരിക്കും, ചിലർ ട്രാവലിങ്ങിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യായിരിക്കും, ചിലവർ അവരുടെ വീഡിയോസിൽ ചിലവർ അവരുടെ ചാനലിൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്യായിരിക്കും. ലൈക്ക് ട്രാവലിംഗ്, ഫുഡ്, കുക്കിംഗ്, ബ്യൂട്ടി ടിപ്സ്, ഫാഷൻ, അപ്പം അങ്ങനെ കുറേ ചെയ്യുമായിരിക്കും. അപ്പം ഇതിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോസിന് കുറച്ച് വ്യൂസ് കൂടിയിട്ടുള്ള വീഡിയോസ് കാണുമായിരിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വ്യൂസ് കൂടുന്ന വീഡിയോസിന് റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ ഒരു 10 ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യുന്നു, ലൈക്ക് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ അങ്ങനെ കുറേ വീഡിയോസ് ചെയ്യുന്നതിൽ ഏതിലാണോ ഏറ്റവും കൂടുതൽ വ്യൂസ് കയറിയിട്ടുള്ളത് ആ വീഡിയോ, ഇപ്പം ഫുഡ് ആണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ കുക്കിങ്ങിനാണ് കുറച്ച് വീഡിയോസ് ബാക്കിയുള്ള വീഡിയോസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് വ്യൂസ് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോസ് റിലേറ്റഡ് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ചും കൂടെ വ്യൂസ് വീണ്ടും കയറുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് യൂട്യൂബ് തന്നെ സജസ്റ്റ് ചെയ്ത് തരാറുണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനായിട്ട്. അത് നമുക്ക് YT സ്റ്റുഡിയോ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത്രയും വീഡിയോസും ചെയ്തിട്ടും ഒരു തരത്തിലും എൻ്റെ വീഡിയോസിന് റീച്ച് കിട്ടുന്നില്ല, ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് മനസ്സ് മടിച്ചിരിക്കാതെ നിങ്ങൾ ആ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇടുന്നത് പോലെ നിങ്ങൾ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും അതിനൊരു റിസൾട്ട് വന്നിരിക്കും. എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ വീഡിയോസ് ഞാൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് പറയുന്നില്ല. ബട്ട് എന്നെ പോലെ തന്നെ കുറേ ഡൗട്ട്സുകൾ ഉള്ളവരും അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടൊരു യൂട്യൂബ് ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ഇടാൻ പോകുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇത് റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.